ഹായ് ഹലോ എം ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും തിരക്കിലാണെന്നൊക്കെ അറിയാം, എങ്കിലും നമ്മുടെ വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് നമ്മൾ മുന്തിരി വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് 21 ദിവസത്തേക്കിനാണ്. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടേ അത് നല്ല റിസൾട്ടായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഡെയിലി നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അത് ഡെയിലി ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിരാടമായാലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കുന്നതാണ്. ഞാനപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈന് എങ്ങനെ ഡെയിലി എങ്ങനെ ഇളക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ ജാറ്, നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ജാറ്. അപ്പം നമ്മൾ ഒരുപാടൊന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. അത്യാവശ്യം നിങ്ങൾ കണ്ടായിരിക്കും നമ്മുടെ വീഡിയോയിൽ കുറച്ച് മാത്രമേ നമ്മൾ വൈന് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജാറ്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാൻ. എന്ന് വെച്ചാൽ പിന്നെ എന്താണെന്ന് നല്ല എയർ കാണുമായിരിക്കും, ഇതിന് എയർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് തുറക്കുമ്പം തന്നെ. പിന്നെ അതല്ല, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തവി, അല്ലെങ്കിൽ നമ്മൾ ചിരട്ട തവിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തവി, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെടുക്കുമ്പോൾ അത് നല്ലതുപോലെ ഉണങ്ങിയ സാധനമായിരിക്കണം. ഉണങ്ങിയിട്ടെന്ന് വെച്ചാൽ കഴുകി വെച്ചിട്ട് അത് ഉണങ്ങിയിരിക്കുന്നത് മാത്രം വെച്ച് ഇളക്കാവൂ. ഇല്ലെങ്കിൽ അത് എളുപ്പം നമ്മുടെ വൈനത് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ആ പാത്രത്തിൽ നമുക്ക് ഇളക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളൊരു തവിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കണം. എന്ന് വെച്ചാൽ അടി കൂട്ടി തന്നെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഒരു 10 ദിവസം നമ്മളായിട്ടുള്ളൂ, പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ. സ്മെല്ലെന്ന് വെച്ചാൽ നല്ല മണമാണ്. സ്മെല്ലെന്ന് ഉദ്ദേശിക്കുമ്പോൾ വേറൊരു സ്മെല്ലായിട്ട് ഉദ്ദേശിക്കരുത്, നല്ല മണമാണ്. വൈൻ്റെ തന്നെ മണമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദിവസം വയ്ക്കുമ്പോൾ അതിൻ്റെ നല്ല വൈനായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ മാക്സിമം നമുക്ക് 21 ദിവസമേ ഉള്ളൂ. നമുക്കിനി ക്രിസ്മസ് നമുക്കിനി അടുത്തു. അപ്പോൾ അതുകൊണ്ട് 21 ദിവസമേ നമ്മളിത് വെക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് 90 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസമോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി വെക്കാവുന്നതുമാണ്. പക്ഷേ നമ്മളിപ്പോൾ വെറും 21 ദിവസത്തേക്കിനാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ കൂടുതൽ നല്ല വൃത്തിക്ക് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. പല രീതിയിലും പല ടൈപ്പിലും ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും. പക്ഷേ നമുക്കറിയാവുന്ന രീതിയിൽ, നമുക്ക് ചെറിയ രീതിയിൽ അറിയാവുന്നത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് അടയ്ക്കുമ്പം ഒട്ടും തന്നെ അടപ്പ് അയഞ്ഞിരിക്കരുത്. എന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ അടച്ച് വെക്കുന്നത്. ഞാനിപ്പോൾ അടച്ചപ്പം തന്നെ ഒന്ന് ലൂസായിട്ടിരിക്കുകയാണ്. നമ്മൾ അടപ്പ് ഒരു ചെറുതായിട്ടൊരിത് വെട്ടിയതുപോലെ അത് ഞാൻ വീണ്ടും അത് ഊരിയെടുത്തിട്ട് വീണ്ടും ഞാനത് ടൈറ്റായിട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ടൈറ്റാക്കിയിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട്, സാധാരണ എല്ലാവരും തുണി വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ബോട്ടിലായതുകൊണ്ട് നമുക്ക് കെട്ടിയൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ തുണി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റി അങ്ങനെ വെക്കുകയാണ്. വെച്ചാൽ ഒട്ടും എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒട്ടും തന്നെ എയർ കയറാതെ പിന്നെ സൂര്യപ്രകാശം അടിക്കാതെ അങ്ങനെയൊക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു വൈൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ഒരു 10 ദിവസമായപ്പോൾ തന്നെ ഇത്രയും കളറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 21 ദിവസത്തിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു 20-ആം പക്കമൊക്കെ ആകുമ്പോൾ ഞാനത് നമ്മളത് അരിച്ചെടുക്കുന്നതായിരിക്കും. അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുപ്പിയിലോ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഗ്ലാസിൻ്റെ പാത്രത്തിലോ എന്തെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഈ ബോട്ടിലിൽ തന്നെ നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ആ ദിവസം നമുക്കത് എടുത്താൽ മതി. വെച്ചാൽ നമ്മൾ എടുക്കുന്ന പാത്രം നല്ല ഉണങ്ങിയതായിരിക്കണം, അല്ല ഇത് എളുപ്പം കേടായി പോകും സംഭവം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല ക്ലിയറായിട്ട് ഞാൻ തുണിയൊക്കെ ചുറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വെട്ടമില്ലാത്ത ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമുക്ക് എവിടെയാണോ വെക്കാൻ പറ്റുക അവിടെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 21 ദിവസത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഓക്കെ, ബൈ.